സ്റ്റേജിൽ നിങ്ങളുടെ പേര് വിളിക്കുന്നു. നിങ്ങൾ നടന്നു വരികയാണ്. മുന്നിൽ നൂറുകണക്കിന് കണ്ണുകൾ നിങ്ങളെ തന്നെ നോക്കുന്നു. ഹൃദയം ചെവിയിൽ കേൾക്കാവുന്നത്ര വേഗത്തിൽ അടിക്കുന്നു. ഉള്ളം കൈ വിയർക്കുന്നു. മൈക്ക് കയ്യിലെടുക്കുമ്പോൾ അത് വിറയ്ക്കുന്നത് മറ്റുള്ളവർ കാണുമോ എന്നുള്ള പേടി. നമുക്കെല്ലാവർക്കും ഈ അവസ്ഥയുണ്ടായിട്ടുണ്ട് അല്ലേ? ഇതിനെയാണ് നമ്മൾ സ്റ്റേജ് ഫിയർ എന്ന് വിളിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. പക്ഷെ സത്യം എന്താണെന്നറിയാമോ? സ്റ്റേജ് ഫിയർ ഒരു മൈൻഡ് സെറ്റ് പ്രോബ്ലത്തെക്കാളും ഉപരിയായി അതൊരു ബ്രീത്ത് പ്രോബ്ലമാണ്. അതെ, നിങ്ങൾ ശ്വസിക്കുന്ന രീതിയെ മാറ്റിയാൽ വെറും 2 മിനിറ്റിനുള്ളിൽ ഈ വിറയലും പേടിയും മാറ്റി നിങ്ങളെ ഒരു പുലിയെപ്പോലെ സ്റ്റേജിൽ നിർത്താൻ സാധിക്കും. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സംഭവിച്ച ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് കോളേജിൽ വലിയൊരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. എൻ്റെ പ്രസൻറ്റേഷന് ഞാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു. പക്ഷേ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുൻപ് ഓഡിയൻസിനെ കണ്ടപ്പോഴേതിനും ഞാൻ പ്രസൻറ്റ് ചെയ്യാനായി പഠിച്ചതെല്ലാം മറന്നുപോയി. ഫുൾ ബ്ലാങ്ക് ഔട്ടായി. എന്തു പറയണം എന്നറിയത്തില്ല നിൽക്കുന്ന അവസ്ഥ. വിറയലോടുകൂടി എന്തൊക്കെയോ സംസാരിച്ച് ആകെ മൊത്തം നാണക്കേടായിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോന്ന എൻ്റെ ആ ഒരവസ്ഥ ഇപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ സ്റ്റേജ് ഫിയർ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ബ്രെയിൻ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഇത് സേഫ് ആണോ? അപ്പം നമ്മുടെ ബ്രീത്ത് ഭയങ്കര ഫാസ്റ്റായിട്ടാണെന്നുണ്ടെങ്കിൽ ബ്രെയിൻ പറയുന്നു ഡേഞ്ചർ. അപ്പോൾ നമ്മുടെ ബോഡി ഫൈറ്റ് ടു ഫ്ലൈറ്റ് മോഡിലേക്ക് പോകും. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാമോ? ഹെഡ് ബീറ്റ്സ് ഭയങ്കര ഫാറ്റാവും, ഫാസ്റ്റിലാവും, വോയിസ് ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങും, മൈൻഡ് മൊത്തം ബ്ലാങ്ക് ഔട്ടാവും. പക്ഷെ ഇതിൻ്റെ സത്യം എന്താണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസ് ആരെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടോ? അവർ നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. പ്രോബ്ലം ഓഡിയൻസ് അല്ല, ബ്രീത്തിങ് സിഗ്നലാണ്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ബ്രീത്ത് സ്ലോ ആക്കിയാൽ ബ്രെയിൻ കാമാകും. ബ്രെയിൻ കാമാകുമ്പോൾ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി വരും. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യേണ്ടതില്ല, കാംനെസ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇനി ഈ മാജിക് ബ്രീത്ത് ടെക്നിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ എവിടെ ഇരുന്നാലും, ഇപ്പോൾ ഒരു മൊബൈൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പോലും ഒരിക്കലും ഈ ബ്രീത്ത് എന്നോടൊപ്പം നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇത് വളരെ സിമ്പിളാണ്, പക്ഷെ പവർഫുള്ളാണ്. ഇതിൻ്റെ പേര് 4-2-6 മാജിക് ബ്രീത്ത് എന്നാണ്. തയ്യാറാണോ? ആദ്യമായി ചെയ്യേണ്ടത് ദീർഘമായി ശ്വാസം എടുക്കുകയാണ്. 1 2 3 4 4 സെക്കൻഡുകൾ നമ്മൾ ബ്രീത്ത് ചെയ്യണം. ദീർഘമായി ശ്വാസം എടുക്കുക. 1 2 3 4. ഇനി ഹോൾഡ് ചെയ്യുക. 1 2. ഇനി പതുക്കെ വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5 6. വീണ്ടും എടുക്കുക. 1 2 3 4. ഹോൾഡ് ചെയ്യുക. 1 2. സ്ലോലി വായിലൂടെ പുറത്തേക്ക് വിടുക. 1 2 3 4 5 6. ഇങ്ങനെ ഒരു 3-4 റൗണ്ട് നിങ്ങൾ ആവർത്തിക്കുക. അപ്പോൾ എന്നിട്ടൊന്ന് നോട്ടീസ് ചെയ്ത് നോക്കൂ. ബോഡി അല്പം റിലാക്സ് ആയില്ലേ? ഇതാണ് മാജിക്. 6 സെക്കൻഡ് എക്സൈലിൻ്റെ പ്രയോജനം എന്താണെന്നറിയാമോ? അത് നമ്മുടെ നെർവ് സിസ്റ്റത്തിനെ ഡയറക്റ്റ്ലി കാമാക്കുന്നു. ഇതൊരു വിശ്വാസമല്ല കേട്ടോ, ബയോളജിയാണ്. ഇനി നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ഇമാജിൻ ചെയ്തേ. അല്ല, നമുക്ക് പ്രാക്ടിക്കലി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കുക. നിങ്ങൾ സ്റ്റേജിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. കയ്യിൽ മൈക്കൊണ്ട് ഓഡിയൻസ് നമ്മൾ നോക്കുന്നു. പഴയ പോലെ ഫിയർ ഇല്ല, കാരണം ബ്രീത്ത് സ്ലോ ആണ്, ഹെഡ് സ്റ്റഡിയാണ്, വോയിസ് ക്ലിയർ ആണ്. ഇത് ഇമാജിനേഷൻ അല്ല, ഇത് ട്രെയിൻഡ് നെർവസ് സിസ്റ്റമാണ്. ഇനി ഒരു പ്രാക്ടിക്കൽ പ്ലാൻ പറയാമേ. 7 ദിവസത്തേക്ക് ഇതൊന്ന് ചെയ്തു നോക്കൂ. രാവിലെ 5 റൗണ്ട് മാജിക് ബ്രീത്ത് ചെയ്യുക.
നൈറ്റ് 5 റൗണ്ട് മാജിക് ബ്രീത്ത് ചെയ്യുക. 4-ാമത്തെ ദിവസം മുതൽ മിററിൽ നോക്കി 1 മിനിറ്റ് സംസാരിക്കൂ. 7-ാം ദിവസം ഒരു സ്മോൾ ഓഡിയൻസിന് മുൻപിൽ സ്പീക്ക് ചെയ്യാൻ അവസരം കിട്ടുവാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഒറ്റയൊരു റൂള് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് പേടി വന്നതിന് ശേഷമല്ല ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. പേടി വരുന്നതിന് മുന്നേ തന്നെ ബ്രീത്തിൽ ശ്രദ്ധിക്കുക. പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ? സ്റ്റേജിൽ കയറിയ ശേഷം ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഫയർ അലാം ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഫയർ വന്നതിന് ശേഷമാണോ? അല്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റേജിൽ കയറുന്നതിന് മുൻപ്, നമുക്ക് ആ പേടി വരുന്നതിന് മുൻപ് നമ്മൾ ബ്രീത്തിനെ കൺട്രോൾ ചെയ്യണം. ബ്രീത്ത് ട്രെയിനിങ് ബിഫോർ സ്റ്റേജാണ് ചെയ്യേണ്ടത്. സ്റ്റേജ് ഫിയർ ഇല്ലാത്ത ആളുകൾ ജനിച്ചപ്പോൾ തന്നെ ഭയങ്കര കോൺഫിഡൻ്റായി ജനിച്ചവരൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ പല സാഹചര്യങ്ങളിലൂടെ അവരവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചവരാണ്. മെയിനായിട്ടും അവർ തന്നെ അറിയാതെ ഒരു ബ്രീത്തിങ് പ്രാക്ടീസിലാണ്. ഒരിക്കലും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ബ്രീത്ത് കൂടുകയോ കൈ വിറയ്ക്കുകയോ ഒന്നും ചെയ്യാറില്ല. എന്നാൽ അവരുടെ ബ്രീത്തിൽ അവർക്ക് കൺട്രോളുണ്ട്, അവരറിയാതെ തന്നെ. നമുക്കിതില്ല എന്നുണ്ടെങ്കിൽ ഈ മാജിക് ബ്രീത്ത് ചെയ്തുകൊണ്ട് നമുക്കും നമ്മുടെ ബ്രീത്തിനെ കൺട്രോൾ ചെയ്യാം. കാം ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്തവർക്ക് മാത്രമാണ് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്, അറിഞ്ഞോ അറിയാതെയോ. നെക്സ്റ്റ് ടൈം സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഓർക്കുക, മാജിക് ഇരിക്കുന്നത് മൈക്കിലല്ല, ബ്രീത്തിലാണ്. ഈ വീഡിയോ സേവ് ചെയ്യൂ. അടുത്ത തവണ സ്റ്റേജിൽ കയറുന്നതിന് മുൻപ് വീണ്ടും കാണൂ. ഉപകാരപ്പെടും. താങ്ക് യു വെരി മച്ച്.